ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 5:50 കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റേഞ്ച് ടെസ്റ്റ് തന്നെയാണ്. അതായത് സോണിക് മോഡിൽ മാത്രമാണ് നമ്മളിന്ന് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീന് കാണിച്ചു തരാം. 100% ബാറ്ററി ഉണ്ട്. മെയിൻ ബാറ്ററി 100%, അതേപോലെ തന്നെ പോർട്ടബിൾ ബാറ്ററി ഇവിടെ കാണിക്കുന്നുണ്ട് 100%. ഇനി ഞാൻ ഈ സോണിക് മോഡ് മാറ്റുന്നേ ഇല്ല കേട്ടോ. 54% ബാറ്ററി തീരുമ്പം, അതായത് 53%ത്തിലേക്ക് മാറുന്ന സമയത്ത് ഈ സോണിക് മോഡിൽ നിന്ന് ഡാഷ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇനി നമ്മൾ സോണിക് മോഡിൽ മാത്രമാണ് ഓടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിനി വേറെ ഒരു മോഡും യൂസ് ചെയ്യുന്നില്ല. സമയം 5:54. ലെറ്റ്സ് ഗോ. സിമ്പിൾ വണ്ടിന് 4 റൈഡിങ് മോഡുകളാണ് ഉള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എക്കോ, റൈഡ്, അതുപോലെ തന്നെ ഡാഷും സോണിക്കും. സോണിക് മോഡാണ് പവർഫുൾ മോഡ്. എക്കോ മോഡിൽ നമുക്ക് ഒരു 50-55 km/h സ്പീഡിൽ വരെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ റൈഡ് മോഡിൽ നമുക്കൊരു 70 km/h സ്പീഡിൽ വരെ സഞ്ചരിക്കുക. അതേപോലെ ഡാഷ് മോഡിൽ 90 km/h, സോണിക് മോഡിൽ ടോപ്പ് സ്പീഡ് അതായത് 105 km/h സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ പറ്റും. നമ്മളിന്ന് സോണിക് മോഡിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതും ഒരു 40-50 km/h സ്പീഡ്, ആ ഒരു റേഞ്ച് ലിമിറ്റിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുള്ളൂ. ഈ സോണിക് മോഡിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഡിസ്റ്റൻസ് ടു എംപ്റ്റി നിങ്ങൾ നോക്കരുത്. ഡിസ്റ്റൻസ് ടു എംപ്റ്റി നോക്കിയാൽ നമുക്ക് പേടിയാവും. കാരണം റേഞ്ച് വളരെ കുറവേ കാണിക്കുള്ളൂ സോണിക് മോഡിൽ. കണ്ടോ, 85, നിങ്ങൾ കാണുന്നുണ്ടറിയില്ല, 85 കിലോമീറ്ററേ ഇനി ഓടുള്ളൂ എന്നാണ് ഡിസ്റ്റൻസ് ടു എംപ്റ്റിയിൽ കാണിക്കുന്നത്. പക്ഷേ ബാറ്ററി പെർസെൻറ്റേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും. അതായത് ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് 94% ബാലൻസ് ഉണ്ട്. അതായത് നമ്മൾ 6% നമ്മൾ ബാറ്ററി കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. ഈ 6% കൊണ്ട് നമ്മൾ 13.5 കിലോമീറ്റർ ഓടി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഡബിളിനെക്കാട്ടും മുകളിലാണ്. അപ്പോൾ സോണിക് മോഡിൽ നമ്മൾ 1% ബാറ്ററിയിൽ 2 കിലോമീറ്ററിനെക്കാട്ടും മുകളിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രോട്ടിൽ ആക്സലറേറ്റർ കൊടുക്കുന്ന രീതിയിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ പെട്രോൾ വണ്ടികളിലൊക്കെ നമ്മളിങ്ങനെ ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നില്ലേ, ആ രീതിയിലുള്ള ഒരിക്കലും കൊടുക്കരുത്. ഈ ക്ലോക്കിലെല്ലാം മിനിറ്റിൻ്റെ സൂചി പോലെ വേണം നമ്മൾ ത്രോട്ടിൽ കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം 90% കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വണ്ടി സൈഡാക്കിയിട്ട് സ്ക്രീന് കാണിച്ചു തരാം. ഇത് കണ്ടോ, 90% ബാറ്ററി ബാലൻസ് ഉണ്ട്. അതായത് നമ്മൾ 10% ബാറ്ററി കൺസ്യൂം ചെയ്തത് ഇതുവരെ. 10%-ൽ നമ്മൾ കറണ്ട് ട്രിപ്പ് 21.6 കിലോമീറ്റർ ഓടി. 43 മിനിറ്റാണ് സമയം എടുത്തത് കേട്ടോ. ഈ സോണിക് മോഡ് കട്ടാവുന്ന ഞാൻ കാര്യം പറഞ്ഞല്ലോ. 54%-ൽ സോണിക് മോഡ് പിന്നെ കട്ടാവും. 44%-ൽ ഡാഷ് മോഡ് കട്ടാവും. അതേപോലെ ബാറ്ററി 34% ആകുമ്പം റൈഡ് മോഡും കട്ടാവും. പിന്നെ നമുക്ക് അവസാനം വരെ എക്കോ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാറ്ററി ഇപ്പം 80% ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 20% ഓടി. ഞാൻ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് സ്ക്രീന് കാണിച്ചു തരാം. അയ്യോ സോറി കേട്ടോ, വണ്ടി നിർത്തിയപ്പോഴത്തേക്കും 79%. 79% ബാറ്ററി ബാലൻസ് ഉണ്ട്. 43.5 കിലോമീറ്റർ ഓടി കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് 1% ബാറ്ററിയിൽ 2 കിലോമീറ്ററിലും കൂടുതൽ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീന് കാണിക്കണ്ടല്ലോ അല്ലേ. 54%-ൽ സോണിക് മോഡ് കട്ടാവും. ഇനി ഞാൻ അപ്പം കാണിക്കാം. ഇപ്പോൾ ബാറ്ററി 54% ഉള്ളത്. സോണിക് മോഡ് തന്നെയാണ് ഉള്ളത്. അത് എപ്പോഴാണ് കട്ടാവാന്നറിയില്ല. എന്തായാലും ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം അത് ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നത് ക്യാമറയിൽ കിട്ടുമോ നോക്കാം. ഡാഷ് മോഡായി, ശ്രദ്ധിച്ചോ, ഓട്ടോമാറ്റിക്കലി ആയതാണത്. ഇനി നമുക്ക് 53% ബാറ്ററിയാണ് ബാലൻസ് ഉള്ളത്. 68 കിലോമീറ്റർ ഓടാമെന്ന് കാണിക്കുന്നുണ്ട്. ഡാഷ് മോഡ് തന്നെയാണ്. റൈഡ് മോഡാണെങ്കിൽ 75 കിലോമീറ്റർ ഓടാം. എക്കോ മോഡിൽ നമുക്ക് 90 കിലോമീറ്റർ ഓടാം. ടോട്ടൽ നമ്മൾ 94.2 കിലോമീറ്റർ ഓടി കേട്ടോ. ഞാനിനി വീട്ടിലെത്തിയിട്ട് റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരാം. വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ വണ്ടിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 53% ബാറ്ററി ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മെയിൻ ബാറ്ററിയിൽ 36% ബാലൻസും
പോർട്ടബിൾ ബാറ്ററിയിൽ 100% ബാലൻസും അതിവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. മെയിൻ ബാറ്ററി 10% ആകുമ്പോഴാണ് പോർട്ടബിൾ ബാറ്ററിയിലേക്ക് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഈ മെയിൻ ബാറ്ററിയിലെ 10% അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് പോർട്ടബിൾ ബാറ്ററി സ്റ്റാർട്ടാവും, അതായത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. ഇനി ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരാം. ടോപ്പ് സ്പീഡ് 61 km/h, ആവറേജ് സ്പീഡ് 40 km/h. നമ്മൾ ഡിസ്റ്റൻസ് കവേർഡ് 94.3 km. മൂവിങ് ടൈം 2 മണിക്കൂർ 21 മിനിറ്റ്. വണ്ടി ഓടിയ സമയം മാത്രമാണത്. ഇന്നത്തെ ഓട്ടത്തിൽ നമ്മൾ പെട്രോൾ ഇനത്തിൽ സേവ് ചെയ്തത് 199 രൂപ. CO2 സേവ് ചെയ്തത് 4.90 കിലോഗ്രാം. ഇനി ഡിസ്റ്റൻസ് കവേർഡ് പെർ മോഡ്. എക്കോ മോഡിൽ തീരെ ഓടിയിട്ടില്ല, റൈഡ് മോഡിൽ തീരെ ഓടിയിട്ടില്ല, ഡാഷ് മോഡിൽ 0.6 km. അത് ഞാൻ ലാസ്റ്റ് എന്താ പറയുക, സോണിക് മോഡ് കട്ടായപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ദൂരമാണ്. സോണിക് മോഡിൽ നമ്മൾ ഓടിയത് കണ്ടില്ല, അവസാനം ലാസ്റ്റ് റെഡ് ലൈന് 93.6 km. എന്ന് വെച്ചാൽ ഏകദേശം 46% 94.3 km ഓടി. 94 km ഓടി. അതായത് 1% ബാറ്ററിയിൽ 2 km റേഞ്ച് സുഖസുന്ദരമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 53% ബാറ്ററി ബാലൻസ് ഉണ്ട്, 90 km എക്കോ മോഡിലോടാം. അപ്പോൾ 94.3 90 184.3 km നമുക്ക് കിട്ടുക. 10% നമുക്ക് ഇനിയും ഡാഷ് മോഡിൽ ഓടിക്കാൻ പറ്റും. അപ്പം അതും ഇതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ അതിലും 2 km വെച്ച് കിട്ടും. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ റേഞ്ച് 200 km മുകളിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന അർത്ഥം. നമ്മളൊരു 50 km/h സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടോപ്പ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഏത്തറിലൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാർപ്പ് മോഡിൽ മാത്രം. അതാണ് അതിൻ്റെ ഏറ്റവും പവർ കൂടിയ മോഡ്. അതായത് 100% ബാറ്ററി മുതൽ 15% ബാറ്ററി ആവുന്നത് വരെ വാർപ്പ് മോഡിൽ മാത്രം ഓടിച്ച്, അതിനുശേഷം ഓട്ടോമാറ്റിക്കലി എക്കോ മോഡിലേക്ക് അത് മാറും. എന്നിട്ട് ഞാൻ 1% ആവുന്നവരെ ഓടിച്ച്, എന്നിട്ട് എനിക്ക് മൊത്തമായിട്ട് എനിക്ക് റേഞ്ച് കിട്ടിയിരിക്കുന്നത്, വണ്ടി എടുക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണിച്ച വാർപ്പ് മോഡിലെ റേഞ്ച് എനിക്ക് വന്ന് 65 km ആയിരുന്നു. അതിൻ്റെ സ്ഥാനത്താണ് നമുക്ക് 123 റേഞ്ചിനടുത്ത് കിട്ടിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ, അതായത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ അത് ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണെങ്കിലും ആ വണ്ടിയുടെ ഏറ്റവും പവർ കിട്ടുന്ന മോഡിലിട്ടിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 40 to 55 km/h സ്പീഡിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം നല്ല റേഞ്ച് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.